എന്റെ മാത്രം അവസാന ഭാഗം. രചന SMG. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ. നിരഞ്ജന! ആ നിലവിളി ആകാശത്തോളം ഉയർന്നു. സിദ്ധു പാഞ്ഞെത്തി അവളെ കൈകളിൽ കോരിയെടുത്തു. റോഡിലെ കറുത്ത ടാറിന് അവളുടെ ചോര ശോഭിച്ചു തുടങ്ങിയിരുന്നു. ഓരോ തുള്ളി ചോരയും സിദ്ധുവിന്റെ ആത്മാവിനെ തുളക്കുന്ന പോലെ അവന് തോന്നി. മോളെ കണ്ണുവർക്ക് നോക്ക്, നിന്റെ സിദ്ധുവാ. നിനക്കൊന്നും സംഭവിക്കില്ല. പ്രാണം കൊടുത്ത് ഞാൻ നിന്നെ കാക്കും. നീ എന്റെ ശ്വാസാ പെണ്ണേ. ഐ ലവ് യു നിരഞ്ജന. ഐ റിയലി ലവ് യു. അവന്റെ കണ്ണുനീർ അവളുടെ കവിളിലെ ചോരപ്പാടുകളെ കഴുകി കളഞ്ഞുകൊണ്ടിരുന്നു. ചോരയിൽ കുതിർന്നു കിടക്കുന്ന അവളെ അവൻ മാറോടണച്ചു. അവളുടെ വെളുത്ത വസ്ത്രം ചുവപ്പായി മാറുന്ന കണ്ട് സിദ്ധുവിന്റെ ശ്വാസം നിലച്ചുപോയി. മോളെ കണ്ണുവർക്ക് നോക്ക്, നിന്റെ സിദ്ധു അടി. നിനക്കൊന്നും സംഭവിക്കില്ല. എന്തിനാ പെണ്ണെ നീ ഇത് ചെയ്ത്? എനിക്ക് വേണ്ടിയാണോ നീ നിന്റെ ജീവിതം പണയം വെച്ച്? അവൻ അവളുടെ കവിളിൽ തട്ടി കരഞ്ഞു. അതിശക്തമായ വേദനയിലും തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പൊട്ടിക്കരയുന്ന സിദ്ധുവിനെ അവൾ കണ്ടു. അവൾ പതുക്കെ കൈ ഉയർത്തി അവന്റെ കണ്ണുനീർ തുടക്കാൻ ശ്രമിച്ചു. അവളുടെ വിരലുകൾ അവന്റെ ഷർട്ടിൽ രക്തപടങ്ങൾ തീർത്തു. സിദ്ധു, എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? വളരെ പ്രയാസപ്പെട്ട് അവൾ ചോദിച്ചു. എനിക്കല്ല മോളെ, നിനക്കാ പറ്റിയത്. എനിക്ക് പണമൊന്നും വേണ്ട നിരഞ്ജന. എനിക്ക് അവാർഡ് വേണ്ട. എനിക്ക് നീ മതി. നീ ഇല്ലാതെ ഈ സിദ്ധുവിന് ഒരു നിമിഷം പോലും ശ്വസിക്കാൻ പോലും കഴിയില്ല. അവൻ അവളുടെ ചോര വൃണ്ട നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് അലറി വിളിച്ചു. സിദ്ധു നിരഞ്ജനയെ കെട്ടിപ്പിടിച്ച് റോഡിൽ നിന്ന് നിലവിളിക്കുമ്പോൾ ആൾക്കൂട്ടത്തിനിടയിൽ നിന്നൊരു കാർ അവരുടെ തൊട്ടടുത്ത് വന്നു നിന്നു. അത് ഹരിയായിരുന്നു, സിദ്ധുവിന്റെ നിഴലായി കൂടെയുള്ള ഉറ്റ സുഹൃത്ത്. അവാർഡ് കഴിഞ്ഞ് മടങ്ങിയെത്തിയ ശേഷം സിദ്ധുവിനൊന്ന് കാണാൻ വേണ്ടി അങ്ങാടിയിലേക്ക് വന്നതായിരുന്നു അവൻ. ദൂരെ നിന്ന് ആ അപകടം കണ്ടപ്പോൾ തന്നെ ഹരിയുടെ നെഞ്ചൊന്ന് പിടഞ്ഞു. വണ്ടിയിൽ നിന്നും ചാടിയിറങ്ങിയ ഹരി കണ്ടത് ചോരയിൽ കുളിച്ചിടക്കുന്ന നിരഞ്ജനയെയും സമനില തെറ്റിയവനെ പോലെ അലറിക്കറിയുന്ന സിദ്ധുവിനെയുമാണ്. സിദ്ധു കരയതടാ, നമുക്ക് ഹോസ്പിറ്റൽ പോകണം. വേഗം അവളെ എടുക്ക്. ഹരി സിദ്ധുവിനെ കുലുക്കി വിളിച്ചുകൊണ്ട് കാറിന്റെ പിൻവാതിൽ തുറന്നു. സിദ്ധുവിനൊന്നും ചിന്തിക്കാനായില്ല. ഹരി, ഹരി എന്റെ നിരഞ്ജന. അവൻ വിറക്കുന്ന ശബ്ദത്തിൽ വിളിച്ചു. ഒന്നും സംഭവിക്കലടാ, നീ കയറ്. ഹരി സിദ്ധുവിനെ താങ്ങി നിരഞ്ജനയുമായി കാറിന്റെ പിൻസീറ്റിലേക്ക് ഇരുത്തി. ഹരിയുടെ കാറിൽ ആശുപത്രിയിലേക്കുള്ള ആ യാത്ര ഒരു യുഗദൈർഘ്യം പോലെ സിദ്ധുവിന് തോന്നി. പുറത്തെ ട്രാഫിക് ബ്ലോക്കുകൾക്കിടയിലൂടെ ഹരി ഹോൺ മുഴക്കി തന്റെ സർവ്വവേഗതയിലും കാറ് പായിച്ചുകൊണ്ടിരുന്നു. ഇടയ്ക്ക് കണ്ണാടിയിലൂടെ പിന്നിലേക്ക് നോക്കുമ്പോൾ ഹരിയുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. പിൻസീറ്റിൽ നിരഞ്ജനയുടെ തണുത്ത കൈകൾ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് സിദ്ധു കേണുകൊണ്ടിരുന്നു. ഹരി വണ്ടി വേഗം വിടറ, അവൾക്ക് ശ്വാസം കിട്ടുന്നില്ല. ഹരി മിന്നൽ വേഗത്തിൽ ഹരി കാറ് ആശുപത്രിയുടെ മുറ്റത്തെത്തിച്ചു. കാറ് നിൽക്കുന്നതിന് മുമ്പേ സിദ്ധു വാതിൽ തുറന്ന് കഴിഞ്ഞിരുന്നു. സ്ട്രക്ചറിനായി കാത്തിൽക്കാൻ അവന് ക്ഷമയുണ്ടായിരുന്നില്ല. തന്റെ സകല കരുത്തും സംഭരിച്ച് അവളെ മാറോടണക്കി അവന് ഉള്ളിലേക്ക് പാഞ്ഞു. വെള്ള വിരിച്ച ICU വാതിലുകൾ അവൾക്ക് പിന്നിൽ അടഞ്ഞപ്പോൾ അതുവരെ ഉള്ളിൽ പിടിച്ചു വെച്ചിരുന്ന സകല ധൈര്യവും ചോർന്നുപോയി. സിദ്ധു ആ ചുമരുകൾ ചാരി നിലത്തേക്ക് ഊർന്നു വീണു. ഹരി കാർ പാർക്ക് ചെയ്ത് ഓടി വരുമ്പോൾ കണ്ടത് സ്വന്തം കൈകളിൽ ഉണങ്ങാത്ത ചോരയിലേക്ക് നോക്കി ഭ്രാന്തമായി വിറക്കുന്ന തന്റെ സുഹൃത്തിനെയാണ്. സിദ്ധു വാ, നമുക്ക് നിന്റെ ഡ്രസ്സ് ഒന്ന് മാറ്റാം. ഹരി അവന്റെ തോളിൽ തൊട്ട്. സിദ്ധു തലകർത്തി ഹരിയെ നോക്കി. അവന്റെ കണ്ണുകൾ ചുവന്ന് വീർത്തിരുന്നു. വേണ്ടടാ, ഇതെന്റെ നിരഞ്ജനയുടെ ചോരയാ. എന്റെ പെണ്ണൊന്ന് കണ്ണുറക്കുന്നവരെ ഈ സിദ്ധുവിന് ഒരു മാറ്റവും ഇല്ല. അവളില്ലാതെ എനിക്ക് എന്ത് ഡ്രസ്സാണ്, എന്ത് ജീവിതം? ആ വാക്കുകൾ ആശുപത്രിയുടെ നാഴികയുടെ തേങ്ങനായി പടർന്നു. വിവരമറിഞ്ഞ് ഓടിയെത്തിയ നിരഞ്ജനയുടെ അച്ഛന്റെ അമ്മയുടെയും മുമ്പിൽ അവനൊരു കൊച്ചു കുഞ്ഞിനെ പോലെ തകർന്നുപോയി. അവരുടെ കാൽക്കിൽ വീണുകൊണ്ട് അവൻ അലറി. അച്ഛാ, എനിക്ക് വേണ്ടി അവൾ ആ വണ്ടിക്ക് മുന്നിൽ ചാടി ഇറങ്ങിയത് ഞാൻ മാത്രം ഇതിന് ഉത്തരവാദി. അച്ഛാ, അവൾക്ക് എന്തെങ്കിലും പറ്റിയാ പിന്നെ ഈ സിദ്ധുവിനെ നിങ്ങൾക്ക് ജീവനോടെ കാണാൻ കഴിയില്ല. ജീവനോടെ ഞാൻ ഉണ്ടാവില്ല അച്ഛാ. ICUവിന്റെ വാതിൽ പതുക്കെ തുറക്കുന്ന ശബ്ദം കേട്ടപ്പോഴേക്കും ഒരു ഇലക്ട്രിക് ഷോക്ക് ഏറ്റതുപോലെ സിദ്ധു ചാടി എഴുന്നേറ്റു. അങ്ങോട്ടേക്ക് പാഞ്ഞെടുത്ത് അവൻ ഡോക്ടറുടെ കൈകളിൽ മുറുകെ പിടിച്ചു. അവന്റെ കണ്ണുകളിൽ ഭയവും പ്രതീക്ഷയും ഒരുപോലെ നിഴലിക്കുന്നുണ്ടായിരുന്നു. ഡോക്ടർ, അവൾക്ക് എന്നെ നിരഞ്ജനയ്ക്ക് എങ്ങനെയുണ്ട്? വിറക്കുന്ന ശബ്ദത്തിൽ അവൻ ചോദിച്ചു. ഡോക്ടർ മുഖത്തെ മാസ്ക് പതുക്കെ താഴ്ത്തി തളർച്ചയോടെ അവനെ നോക്കി. മുറിവ് പ്രതീക്ഷയിലും ആഴത്തിലാണ്. ഒന്നും പറയാറായിട്ടില്ല. അടുത്ത 24 മണിക്കൂർ നമുക്ക് പ്രാർത്ഥിക്കാനേ കഴിയും. ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഡോക്ടറുടെ ആ വാക്കുകൾ പൂർത്തിയാക്കാൻ സിദ്ധു അനുവദിച്ചില്ല. അവന്റെ ഉള്ളിലെ നിയന്ത്രണങ്ങളെല്ലാം അറ്റുപോയി. ഒരു ഭ്രാന്തിനെ പോലെ അവൻ ഡോക്ടറുടെ ഷർട്ടിന്റെ കോളറിൽ കുത്തിപ്പിടിച്ചു. അവന്റെ കണ്ണുകൾ ചുവന്നു തൊടുത്തു. ഒന്നും പറയാനില്ലെന്നോ? സിദ്ധുവിന്റെ ശബ്ദം ആ ഭിത്തികളിൽ തട്ടി പ്രതിധ്വനിച്ചു. ഡോക്ടർ, താൻ ആ മുറിക്കുള്ളിൽ ഉപേക്ഷിച്ചു വന്ന് വെറും ഒരു രോഗിയല്ല, എന്റെ പ്രാണനെയാ. ആ ശരീരത്തിൽ മുറിവേറ്റാ പൊള്ളുന്നത് എന്റെ ഹൃദയത്തിലാ. തനിക്ക് ചികിത്സിക്കാൻ കഴിയില്ലെങ്കിൽ ഇപ്പോഴേ പറയണം. എന്റെ പെണ്ണിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഞാൻ പറക്കും, ലോകത്തിന്റെ ഏത് കോണിലേക്കും. പക്ഷേ അവൻ ഡോക്ടറുടെ മുഖത്തേക്ക് വിരൽ ചൂണ്ടി അലറിക്കൊണ്ട് തുടർന്നു. അവൾക്ക് മാത്രമൊന്നും സംഭവിക്കരുത്. എന്റെ ജീവൻ അവിടെ കിടക്കുമ്പോ തനിക്ക് ആശ്രത കാണിക്കാൻ അവകാശമില്ല. അവളുടെ ശ്വാസം ഒന്നുപോലും നിലക്കാൻ പാടില്ല.
അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഞാൻ പിന്നെ ഈ ലോകത്ത് ഉണ്ടാവില്ല. ഓർത്തു വെച്ചോ, എന്റെ ശ്വാസം അവളാ. അവൾ നിലച്ചായി സിദ്ധു നിലക്കും. പക്ഷേ അതിനു മുമ്പ് ഞാൻ എല്ലാം തകർത്തെറിയും. ഡോക്ടറും സിസ്റ്റർമാരും ഭയത്തോടെ പിന്നോട്ട് മാറി. ഹരിയാച്ചന് ഓടി വന്ന് സിധുവിനെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുമ്പോഴും അവന്റെ കണ്ണുകൾ ICUവിന്റെ വാതിൽ തറച്ചു നിൽക്കുകയായിരുന്നു. സിധുവിന്റെ ആ രൗദ്രഭാവത്തിനു പിന്നിൽ പ്രിയപ്പെട്ടവളെ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയമായിരുന്നു. ആശുപത്രിയുടെ വരാന്തയിൽ ഇരുട്ട് കനത്തിയിട്ടും സിധു ആ ബെഞ്ചിൽ നിന്ന് അനങ്ങിയില്ല. തന്റെ ശരീരത്തിലുണ്ടായിരുന്ന ഓരോ തരി ജീവനും ആ ICU വാതിലിനപ്പുറം നിരഞ്ജനയുടെ ശ്വാസത്തിനായി കാത്തു നിൽക്കുകയാണെന്ന് അവന് തോന്നി. ചുറ്റും നിൽക്കുന്നവരുടെ ആശ്വാസവാക്കുകൾ അവന് അർത്ഥമില്ലാത്ത ശബ്ദങ്ങൾ മാത്രമായിരുന്നു. പെട്ടെന്നാണ് ICUവിന്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് വന്ന ഡോക്ടർ മുഖത്തൊരു ചെറിയ പുഞ്ചിരി ഉണ്ടായിരുന്നു. ദൈവത്തോട് നന്ദി പറഞ്ഞോളൂ, നിങ്ങളുടെ പ്രാർത്ഥനകൾ ഫലിച്ചു. അപകടാവസ്ഥ ഒഴിഞ്ഞിട്ടുണ്ട്. ഇന്റേണൽ ബ്ലീഡിംഗ് ഒന്നുമില്ല. ഷീ ഈസ് സ്റ്റേബിൾ നൗ. മോളെ നമുക്ക് തിരിച്ചിട്ടിരിക്കുന്നു. ആ വാക്കുകൾ സിദ്ധുവിന്റെ കാതുകളിൽ പതിഞ്ഞ നിമിഷം അവന്റെ ഹൃദയം ഇടിപ്പൊരു നിമിഷം നിലച്ചു. കഴിഞ്ഞ കുറെ മണിക്കൂറുകളായി ശ്വാസം മുട്ടിച്ചുകൊണ്ടിരുന്ന ആ ഭീമമായ ഭാരം ആരോ എടുത്ത് മാറ്റിയതുപോലെ സിദ്ധുവിന് തോന്നി. അവൻ തന്റെ അച്ഛന്റെ അരികിലേക്ക് ഓടിച്ചെന്നു. അച്ഛാ, അവള് എന്റെ നിരഞ്ജന. സിദ്ധുവിന്റെ വാക്കുകൾ മുറിഞ്ഞു. നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ടും അവന്റെ കണ്ണുനീർ അണപൊട്ടി ഒഴുകി. അവൻ അച്ഛനെ കെട്ടിപ്പിടിച്ച് ഒരു കൊച്ചുകുഞ്ഞിനെ പോലെ പൊട്ടിക്കരഞ്ഞു. അത്രമേൽ തീവ്രവും ആശ്വാസം നിറഞ്ഞതുമായിരുന്നു ആ കരച്ചിൽ. അച്ഛാ, സത്യമല്ലേ? അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? എനിക്ക് പേടിയാവുന്നു അച്ഛാ. അവളില്ലാതെ എനിക്ക് പറ്റില്ല. ഒരു നിമിഷം പോലും അവൻ തേങ്ങിക്കൊണ്ട് പറഞ്ഞു. അച്ഛൻ വിറക്കുന്ന കൈകളോടെ സിധുവിന്റെ മുഖം ഉയർത്തിപ്പിടിച്ചു. ആ അച്ഛന്റെ കണ്ണുകളും സന്തോഷം കൊണ്ട് ഈറനണിഞ്ഞിരുന്നു. മോനെ, കരയണ്ട. എന്റെ മോൾക്ക് ഒന്നുമില്ല. അവൾ നിനക്ക് വേണ്ടി തിരിച്ചു വന്നു. പടച്ചോ നിങ്ങളെ കൈവിടില്ലടാ. നിന്റെ ഈ പ്രണയത്തിന്റെ ആഴം അവൾക്കറിയാം. അതുകൊണ്ടാ മരണം പോലും അവളെ തൊടാതെ മാറി നിന്ന്. ഇനി എന്റെ മോൻ സമാധാനായിട്ടിരിക്കുക. അച്ഛൻ അവനെ മാറോടണച്ച് ആശ്വസിപ്പിച്ചു. മോനെ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പായിരുന്നു നിനക്ക് വേണ്ടി, നിന്റെ ഈ വലിയ പ്രണയത്തിന് വേണ്ടി, നിന്റെ ആത്മാർത്ഥ പ്രണയത്തിന് വേണ്ടി അവൾ തിരിച്ചു വരും. അത്ര പെട്ടെന്നൊന്നും നിന്നെ വിട്ടുപോകാൻ അവൾക്ക് കഴിയില്ലടാ. നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടു മോനെ. അച്ഛന്റെ വിറക്കുന്ന ശബ്ദം അവനെ സമാധാനിപ്പിച്ചു. സിദ്ധു പതുക്കെ കണ്ണുകൾ തുടച്ച് ICUവിന്റെ ചില്ലുവാതിലൂടെ അകത്തേക്ക് നോക്കി. അവിടെ യന്ത്രങ്ങൾക്കിടയിൽ തന്റെ ജീവിതം പതുക്കെ ശ്വസിക്കുന്ന കണ്ടപ്പോൾ അവന്റെ ചുണ്ടിലെ ഒരു ചെറുപുഞ്ചിരി വിരിഞ്ഞു. 2 മാസങ്ങൾക്ക് ശേഷം സിദ്ധുവിനെ സംബന്ധിച്ചിടത്തോളം അത് വെറും ഒരു കാലയളവായിരുന്നില്ല. മറിച്ച് തന്റെ പ്രാണൻ മരണത്തിന്റെ തണുത്ത കൈകളിൽ നിന്നും ജീവിതത്തിന്റെ വെളിച്ചത്തിലേക്ക് നടന്നു കയറിയ ദൂരമായിരുന്നു. ആശുപത്രിയുടെ വെളുത്ത ചുമരുകൾക്കും മരുന്നിന്റെ മണത്തിനും വിട നൽകി നിരഞ്ജന തിരിച്ചെത്തിയ ഒരു പുതിയ മനുഷ്യനായിട്ടായിരുന്നു. മരണത്തിന്റെ നിഴൽ വീണ കണ്ണുകളിൽ ഇപ്പോൾ നക്ഷത്രങ്ങളുടെ തിളക്കമുണ്ട്. പഴയതിനേക്കാൾ പ്രസരിപ്പോടെ അവൾ വീടിനുള്ളിൽ ഓടി നടന്നു. നഗരത്തിലെ ഏറ്റവും വലിയ കൺവെൻഷൻ സെന്റർ ഒരു സ്വർഗ്ഗപുരി പോലെ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നു. വെണ്ണക്കൽ തൂണുകളിൽ ചുറ്റിപ്പിണഞ്ഞു കിടക്കുന്ന മുല്ലപ്പൂക്കളുടെ ഗന്ധം വായുവിൽ അലിഞ്ഞു ചേർന്നിരുന്നു. ബിസിനസ് ലോകത്തെ പ്രമുഖരും ചലച്ചിത്ര താരങ്ങളും രാഷ്ട്രീയ നേതാക്കളും ഒത്തുചേർന്ന സദസ്സിൽ എല്ലാവരുടെയും കണ്ണുകൾ ആ ദമ്പതികളിലായിരുന്നു. വേദിയിൽ പട്ടുസാരിയിൽ അതിസുന്ദരിയായി നിരഞ്ജനയിരുന്നു. മരണത്തിന്റെ നിഴലിൽ നിന്ന് ജീവിതത്തിലേക്ക് അവൾ തിരികെ കൊണ്ടുവന്ന ആ കൈകൾ ഇന്ന് അവളുടെ കഴുത്തിൽ താലി ചാർത്തി മംഗല്യ സൂത്രമണിയിച്ച് അവളുടെ നെറ്റിയിലെ സിന്ദൂരത്തിൽ വിരൽ തൊടുമ്പോൾ സിധുവിന്റെ കൈകൾ പതുക്കെ വിറച്ചു. അത് ഭയം കൊണ്ടായിരുന്നില്ല, തന്റെ പ്രാണനെ സ്വന്തമാക്കി കയ്യിൽ നിന്ന പനിനീർത്തളങ്ങൾ വിറയലോടെ താഴെ വീണു. താൻ അവിടെ നിൽക്കാൻ അർഹയില്ലെന്ന് അവൾക്ക് തോന്നി. ആരും കാണാതെ ആ വലിയ പന്തലിന്റെ പടിയിറങ്ങുമ്പോൾ അവൾ അവസാനമായി ഒരിക്കൽ കൂടി ആ വേദിയിലേക്ക് നോക്കി. വേദിയിൽ സിദ്ധു നിരഞ്ജനയുടെ കൈകൾ തന്നെ നെഞ്ചോട് ചേർത്ത് വെച്ചു. അവിടെ പണത്തിന്റെ അഹങ്കാരമില്ലായിരുന്നു. പകരം തനിക്ക് വേണ്ടി ജീവൻ പടയവെച്ച പെണ്ണിനോടുള്ള ആദരവും പ്രണയവും മാത്രമായിരുന്നു. അതെ, പണത്തിന് വാങ്ങാൻ കഴിയാത്ത ഒന്നുണ്ടെന്ന് ആ വേദി ലോകത്തോട് വിളിച്ചു പറഞ്ഞു. അതായിരുന്നു അവരുടെ പ്രണയം.
ജീവിതത്തിൽ ആഡംബരങ്ങളും പണവും ആവശ്യമാണ്. എന്നാൽ അവ ഒരിക്കലും ആത്മാർത്ഥമായ സ്നേഹത്തിന് പകരമാവില്ല. പണം കണ്ട് പ്രണയിക്കുന്നവർക്ക് ആ പണം ഇല്ലാതാകുമ്പോഴോ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ സമ്പത്ത് കാണുമ്പോഴോ മനസ്സ് മാറാം. എന്നാൽ പ്രതിസന്ധികളിൽ കൂടെ നിൽക്കുന്ന സ്നേഹമാണ് യഥാർത്ഥ സമ്പത്ത്. ഈ കഥ ഇവിടെ അവസാനിക്കുന്നു.